ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. എൻ്റെ റേഡിയേഷൻ തുടങ്ങിയിട്ട് ഇന്ന് 6 ദിവസമായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെയാണ് എനിക്ക് റേഡിയേഷന് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ പോയി റേഡിയേഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അഫ്സൽ ഡോക്ടറായിരുന്നു. ഡോക്ടറെ കണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ റേഡിയേഷൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടുകളില്ല റേഡിയേഷൻ്റെ ടൈമിൽ, പക്ഷേങ്കിൽ ഒരു ചെറിയതായൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് റൈറ്റ് സൈഡിലൊരു കാലിന് ഒരു മരപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അഫ്സൽ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ല, കാരണം റേഡിയേഷൻ്റെ ഭാഗമായിട്ട് പിന്നെ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. അത് റേഡിയേഷൻ്റെ ഭാഗം ആയിട്ടുള്ളൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പം വൈറ്റമിൻ ഡി ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങുകയാണ്. വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓൾറെഡി കൈക്ക് കാലിന് മരപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊന്നും നമ്മളിപ്പം പ്രോപ്പറായിട്ട് ശരിയായ രീതിയിലല്ലല്ലോ നമ്മുടെ കാര്യങ്ങളൊന്നും. ഈ ഒരു കീമോ തുടങ്ങിയതും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാൻസർ തുടങ്ങിയതും ഒക്കെ ആയി അനുബന്ധപ്പെട്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് ആയിട്ടല്ലല്ലോ. അപ്പം നമുക്ക് ഓൾറെഡി വൈറ്റമിൻസ് ഒക്കെ കുറവായിരിക്കാം. പിന്നെ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, ഇപ്പം വീട്ടിൽ തന്നെയല്ലേ. ഇപ്പം നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഓൾറെഡി ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ കുറവ് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഏതായാലും ടാബ്ലറ്റ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ റേഡിയേഷൻ റൂമിലേക്ക് പോയപ്പം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു റേഡിയേഷൻ്റെ ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ റേഡിയേഷൻ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ. ഞാനും അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് വലിയ വിഷമങ്ങളൊന്നും ഇല്ല. ചിലർക്ക് ചെറുതായൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, കാരണം അത് ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം. അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ റേഡിയോ തെറാപ്പിയെ കുറിച്ചൊന്നും നമ്മൾ അധികം പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്താണ് നമ്മൾ ഈ റേഡിയോ തെറാപ്പി എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ഉയർന്ന എനർജിയുള്ള റേഡിയോ തരംഗങ്ങൾ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗമുള്ള ഭാഗത്തേക്ക്, അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ കൂടുതൽ ക്യാൻസർ സെല്ലുള്ളത് അങ്ങോട്ടേക്ക് അടുപ്പിക്കുക എന്നതിനെയാണ് ശരിക്കും നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ രോഗമുള്ള ഭാഗത്തേക്ക് ഈ റേഡിയേഷന് അടിക്കുമ്പോൾ അവിടെയുള്ള DNA ഡാമേജ് വരുന്നു. അതായത് ഈ റേഡിയേഷൻ ചെല്ലുമ്പം രോഗമുള്ള DNA കരിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഈ റേഡിയേഷൻ അടിക്കുമ്പം രോഗമുള്ള DNA അതിന് ചുറ്റുമുള്ള കുറച്ച് രോഗമില്ലാത്ത DNA ഒക്കെ ചിലപ്പം ഈ റേഡിയേഷൻ ചെല്ലാം. അത് കറക്റ്റ് സ്പോട്ടിലേക്കാണ് അവരടിക്കുന്നത്, പക്ഷെ എന്നാലും ചിലപ്പോൾ അങ്ങ് സംഭവിക്കാം. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ രോഗമുള്ളിടത്തെ DNA, അതായത് പ്രത്യേകിച്ച് ക്യാൻസർ രോഗമുള്ളിടത്തെ DNA നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ DNA അവിടെ അത് ഉൽപ്പാദിപ്പിച്ചല്ലേ ആ DNA അത് കറക്റ്റായിട്ട് തിരിച്ചു വരില്ല. അത് നഷ്ടപ്പെട്ട DNA ഓൾറെഡി അത് നഷ്ടപ്പെട്ട് തന്നെ പോകും. അതാണ് ഈ ക്യാൻസർ കോശങ്ങളിൽ ഈ ക്യാൻസർ കോശങ്ങളിലെ DNA നമ്മൾ റേഡിയേഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ DNA അവിടെ നഷ്ടപ്പെടും എന്ന് പറയാൻ ഒരു പ്രധാന കാര്യം. പിന്നെ ഈ റേഡിയേഷൻ ചെയ്യുന്നതിന് നമ്മൾ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അധികം സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. അതായത് നമുക്ക് ഈ ഒരു കീമോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ മുടി കൊഴിയുന്നു, നമുക്ക് ഛർദി, നമുക്ക് ഭയങ്കര അതികഠിനമായ ബോഡി പെയിന്, അല്ല പല 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 പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത്രത്തോളം ഒന്നും നമുക്ക് ഈ ഒരു റേഡിയേഷൻ ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. റേഡിയേഷൻ്റെ ടൈമിൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാം ചിലർക്ക്, പക്ഷെങ്കിൽ അത് ആ മുടിയുള്ള ഭാഗത്ത് ആ സ്ട്രെയിൻ അവിടെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അതായത് നമ്മുടെ മുടിയുള്ള ഒരു ഭാഗത്ത് നമുക്ക് തലയ്ക്കൊക്കെ റേഡിയേഷൻ അടിക്കുവാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവിടെ റേഡിയേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ സ്ഥലത്ത് ചിലപ്പോൾ മുടി പോയേക്കാം. പക്ഷെ ആ മുടി നമ്മൾ കീമോയ്ക്ക് ഓൾറെഡി നമ്മൾ മുടി പോയിട്ടുണ്ടെങ്കിലും ആ മുടി പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരും. കീമോ സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് നമുക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഓൾറെഡി ആ മുടി അവിടെ തലയിൽ കിളിർത്ത് വരാൻ തുടങ്ങും. പക്ഷെ റേഡിയേഷൻ നമ്മുടെ തലയിലെ മുടിയുള്ള ഭാഗത്തേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയ മുടി നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. കാരണം ആ മുടി പതുക്കെ, ചില ഭാഗത്തെ മുടി കാലങ്ങളായിട്ട് ചിലപ്പം വരാതിരിക്കാം, ചില ഭാഗത്തെ മുടി ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ വരുള്ളൂ. കാരണം ഈ മുടിയുള്ള ഭാഗത്തെ റേഡിയേഷൻ അടിച്ചാലത്തെ ഒരു പ്രശ്നം ഇതാണ്. ഇത് നമുക്ക് റേഡിയേഷൻ അടിക്കുമ്പോൾ നമ്മുടെ വായിൽ നമുക്ക് റേഡിയേഷൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വായിൽ ക്യാൻസർ ഉള്ളത് അല്ലെങ്കിൽ നാക്കിന് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി റേഡിയേഷൻ നമുക്ക് നാക്കില് വായില് ഒക്കെ അടിക്കേണ്ടതായിട്ട് വരും.
അപ്പൊ അങ്ങനെ തൊണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തൊണ്ടയിലൊക്കെ അടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ റേഡിയേഷൻ അടിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 15 റേഡിയേഷനൊക്കെ ഏകദേശം ആകുമ്പോൾ തന്നെ നമ്മുടെ നാക്കിലെ തൊലിയൊക്കെ നന്നായിട്ട് പോകും. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് 30 റേഡിയേഷനൊക്കെ വേണ്ടി വരുന്ന ഒരു സ്റ്റേജൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ആദ്യത്തെ റേഡിയേഷൻ ആദ്യം ചെയ്യുമ്പോൾ ചെറുതായിട്ട് നാക്കിൽ തൊലി പോകുക, അല്ലെങ്കിൽ ത്രോട്ട് പെയിൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഏകദേശം ഒരു 15 റേഡിയേഷനൊക്കെ ആകുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം അത് ഈ റേഡിയേഷൻ ഈ കഴിയുന്ന ഒരു ടൈമിലേക്ക് ഇതൊക്കെ മാറിപ്പോകാൻ സാധ്യത എന്നല്ല മാറിപ്പോകും. അപ്പൊ ഈ റേഡിയേഷന്റെ ടൈമിൽ അങ്ങനെ വരാം. പിന്നെ നമുക്ക് ബ്രസ്റ്റിൽ നമ്മൾ റേഡിയേഷൻ ചെയ്യുന്ന ഒരു ടൈമിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമുക്ക് ഈ ബ്രസ്റ്റിന്റെ ആ ഏരിയയിൽ ഒരു എന്നാ പറയാ, ആ ഒരു ഭാഗത്തെ ആ സ്കിന്നൊക്കെ ഒരു കരിഞ്ഞ പോലെ, ഒരു കറുത്ത കളറില്, ഒരു പൊള്ളി പോലെ, അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വയറിന് റേഡിയേഷൻ ചെയ്യുന്ന, അതായത് നമുക്ക് യൂട്രസിന്റെ പ്രശ്നങ്ങൾക്കോ അങ്ങനെ നമുക്ക് വയറ്റിലൊക്കെയുള്ള ഓരോ ക്യാൻസറുകൾക്കും നമ്മൾക്ക് വയറിന് റേഡിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മൂത്രം ചൂടിയില്, അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റി, അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചെറുതായിട്ട് വൊമിറ്റിംഗ്, സെൻസേഷന്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. കോളൻ ക്യാൻസർ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ചെയ്യുന്ന റേഡിയേഷന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മലദ്വാരത്തിന് അവിടെ ഒരു ചെറിയൊരു പുകച്ചില, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ റേഡിയേഷന് നമുക്ക് ഈ പറയത്തക്ക രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ രീതിയിലുള്ള റേഡിയേഷനും കാര്യങ്ങളൊന്നും അല്ല. ഇന്നിപ്പോ ശരിക്കും നമുക്ക് എവിടെയാണോ ആ രോഗം ഉള്ളത് ആ ഭാഗം തന്നെ കറക്റ്റ് ഫോക്കസ് ചെയ്ത് ചുറ്റുമുള്ള പ്രദേശങ്ങളെ നശിക്കാത്ത രീതിയിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന റേഡിയേഷനാണ് ഇന്നത്തെ ആധുനിക സംവിധാനത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് റേഡിയേഷനെ കുറിച്ചുള്ള ടെൻഷൻസ് ഒന്നും ആർക്കും വേണ്ട. പിന്നെ നമ്മൾ പറയാം, നമുക്ക് ബ്രസ്റ്റിനൊക്കെ നമ്മൾ റേഡിയേഷൻ ചെയ്യുന്ന ഒരു ടൈമിലാണെങ്കിലും നമ്മൾ ആ റേഡിയേഷൻ കറക്റ്റ് പോയിന്റിൽ തന്നെയാണ് വരിക. ഇനിയിപ്പോ കറക്റ്റ് പോയിന്റിൽ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലങ്സിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ ഇന്നത്തെ സിസ്റ്റം ഒക്കെ ഒത്തിരി പെർഫെക്റ്റ് ആണ്. അതൊന്നും അങ്ങനെ വരാനൊന്നും സാധ്യതകളൊന്നും ഇല്ല. അപ്പം റേഡിയേഷനെ കുറിച്ചുള്ള അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ആർക്കും വേണ്ട. പിന്നെ ഒത്തിരി പേർക്ക് സംശയമുണ്ട്. കാരണം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള കിരണങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ റേഡിയേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിൽക്കുന്നവർക്ക്, അല്ലെ കുട്ടികളോടൊക്കെ നമ്മൾ ഇടപഴകുമ്പം ആ റേഡിയേഷന്റെ ആ തരംഗവും ആ എഫക്റ്റൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് വരുമോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് വരുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ട്. അതൊക്കെ വെറുതെ കേട്ടോ. റേഡിയേഷൻ ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ ആ കറക്റ്റ് ആ പോയിന്റിൽ മാത്രമേ റേഡിയേഷൻ അടിക്കുന്നു, അല്ലാതെ വേറെ എവിടെയും റേഡിയേഷന്റെ കിരണങ്ങൾ ഒന്നുമില്ല. നമ്മൾ ആ റൂമിൽ നിന്ന് ജസ്റ്റ് ആ റേഡിയേഷൻ ആ കഴിയുന്ന ടൈമിൽ തന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പം നമുക്ക് യാതൊരു എഫക്റ്റും ഇല്ല. റേഡിയേഷൻ അടിച്ചു, ആ പ്രശ്നങ്ങൾ ആ സ്പോട്ടിൽ തന്നെ കഴിയുക കേട്ടോ. പിന്നെ അത് ആരിലേക്കും പടരുവോ റേഡിയേഷൻ കിരണങ്ങൾ എങ്ങോട്ടും പോകുമോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ റേഡിയേഷന്റെ സമയത്ത് നമ്മൾ വരുന്ന രോഗികളാണെങ്കിലും നമുക്ക് കുളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ രാവിലെ നമ്മൾ കുളിച്ച്, അല്ലെങ്കിൽ റേഡിയേഷൻ വരുന്ന ടൈമിൽ നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് തന്നെ വരാം. പക്ഷെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ കുളിക്കുമ്പം നമ്മൾ ഈ റേഡിയേഷൻ ചെയ്യുന്ന ഭാഗത്ത് സോപ്പ് ഉപയോഗിക്കരുത്, എണ്ണ ഉപയോഗിക്കരുത്, അങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട്. കാരണം അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ റേഡിയേഷൻ ചെയ്യുന്ന ആ ഒരു സംഭവത്തിന് കറക്റ്റായിട്ട് നമുക്ക് ആ ബലം കിട്ടത്തില്ല. അപ്പം അങ്ങനെ അത് ചെയ്യരുതെന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ കുളിക്കുമ്പം, റേഡിയേഷൻ ചെയ്യുന്ന പേഷ്യൻസ് നമ്മൾ കുളിക്കുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തണുത്ത വെള്ളത്തിൽ, അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. നമ്മൾ തണുത്ത വെള്ളത്തിൽ മാത്രം കുളിക്കുക. നമ്മൾ കുളിക്കുമ്പം കുളിച്ചു കഴിഞ്ഞ് നമ്മൾ തോർത്തുന്ന സമയത്താണേലും സോഫ്റ്റ് ആയിട്ടുള്ള തോർത്തോ തുണിയോ ഒക്കെ കൊണ്ട് നമ്മൾ അന്ന് തൂക്കാതെ നമ്മൾ ശരിക്കും നമ്മൾ ആ വെള്ളം ജസ്റ്റ് ഒപ്പിയെടുക്കുക. കാരണം സ്കിന്നൊക്കെ ഒത്തിരി സോഫ്റ്റ് ആണ്. ആ സ്കിന്നൊക്കെ നമുക്ക് ഇളകി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ റേഡിയേഷന് പോകുന്ന ടൈമിലാണെങ്കിൽ വരെ നമ്മൾ ഡ്രസ്സുകളൊക്കെ വളരെ ലൂസായ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുക. ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ, ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ച് പോവുക. പിന്നെ നമ്മൾ കഴുത്തില് ക്യാൻസർ, അങ്ങനെയൊക്കെ ആ കഴുത്ത് ഭാഗത്തിനൊക്കെ റേഡിയേഷൻ അടിക്കാനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ശരിക്കും ഷർട്ടുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കോളറുള്ള ഷർട്ടൊന്നും ഇട്ട് വരാതിരിക്കുക. കാരണം കോളറുള്ള ഷർട്ടിന് നമ്മൾ ഈ ഒരു കോളറൊക്കെ ഇങ്ങനെ ഒരഞ്ഞ് ഇവിടുത്തെയൊക്കെ തൊലിയൊക്കെ ഇളകി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ കോളറുള്ള ഷർട്ടൊന്നും ഇട്ട് വരരുത്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. നമ്മൾ ഈ മുത്ത് പിടിപ്പിച്ചത്, അല്ലെ സീക്വൻസ് പിടിപ്പിച്ചത്, ഒത്തിരി ഈ ഫ്രണ്ടിലൊക്കെ ഒത്തിരി എംബ്രോയിഡറി ഒക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുമ്പം അതൊക്കെ അതിന്റെ ഉള്ളിലേക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗം റേഡിയേഷനൊക്കെ നമ്മൾ ചെയ്യുമ്പം ഉള്ളിലേക്കുള്ള ഭാഗത്തൊക്കെ തട്ടി ഈ ഭാഗം സ്കിന്നൊക്കെ ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ അതായത് ഡ്രസ്സിന്റെ കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെ ഒരു കാര്യം കേട്ടോ റേഡിയേഷൻ ടൈമിൽ. പിന്നെ നമ്മൾ പരമാവധി അധികം വെയിലൊന്നും കൊള്ളാതിരിക്കുക. കാരണം നമുക്ക് ഈ ഒരു പിന്നെ ഒരു ബ്രസ്റ്റിലുള്ള റേഡിയേഷൻ ആയിക്കോട്ടെ, അല്ലെ എവിടെയുള്ള റേഡിയേഷൻ, കഴുത്തിനുള്ള റേഡിയേഷൻ ആയിക്കോട്ടെ, ആ സ്കിന്നിനൊക്കെ ഒരു ഡാർക്ക് കളർ വരാനുള്ള സാധ്യതയുണ്ട്. ആ സ്കിന്നിനൊക്കെ ഒരു പൊള്ളൽ പോലെ ഒരു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് നമുക്ക് അധികം ചൂടൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഈ വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഒത്തിരി വെയിൽ കൊള്ളുക, അല്ലെ ചൂട് കാലാവസ്ഥയൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. നമ്മൾ AC ഒക്കെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. പിന്നെ ഒരാഴ്ചയിൽ ശരിക്കും നമുക്ക് 5 റേഡിയേഷൻ ആണ് മിക്കവാറും ഉണ്ടാവുക. കാരണം 7 ദിവസം ഉണ്ടെങ്കിൽ 2 ദിവസം റേഡിയേഷൻ ഉണ്ടാവത്തില്ല, ബാക്കി 5 ദിവസം റേഡിയേഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ നമ്മൾ റേഡിയേഷൻ ചെയ്യുന്ന പിന്നെ അവിടെ തന്നെയുള്ള നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ഉണ്ടാവും. അപ്പൊ ആ ഡോക്ടറെ നമ്മൾ കാണിക്കണം. എല്ലാ ആഴ്ചയും ഒരു ദിവസം നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഓൾറെഡി നമ്മൾ ആ ഡോക്ടറോട് തന്നെ നമുക്കത് ചോദിക്കാം. നമ്മളത് ചോദിച്ചിരിക്കണം. നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് റേഡിയേഷന്റെ ഭാഗം കൊണ്ട് ആകണം എന്നില്ല. പക്ഷെ നമുക്ക് ഏത് സംശയവും നമ്മളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിച്ച് പിന്നെ നമ്മൾ അത് നിർമ്മാർജ്ജനം ചെയ്യണം. കാരണം നമുക്ക് ഈ തൊണ്ടയിൽ അല്ലെങ്കിൽ ഈ പിന്നെ വയറിൽ ഒക്കെ റേഡിയേഷൻ അടിക്കുന്ന രോഗികൾക്ക് നമ്മൾ ഒരു ചെറിയൊരു കഫം പോലെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു കൊഴുത്തൊരു ദ്രാവകം പോലെ, ഒരു കഫം പോലെ തന്നെ ഇങ്ങനെ വായിൽ കൂടി ഏത് ടൈം വരുന്ന ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. റേഡിയേഷൻ അടിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് ഡോക്ടേഴ്സിനോട് നമുക്ക് പറയാം. അതിപ്പം അത് പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്കൊരു മൗത്ത് വാഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പൊ അത് വായിലൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ആക്കുക, നമുക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ നോക്കും. പിന്നെ മിക്കവാറും നമ്മൾക്ക് വായിലൊക്കെ റേഡിയേഷൻ അടിക്കുന്ന ടൈമിൽ വായിൽ നമ്മുടെ പല്ലുകൾക്ക് കേടുണ്ട്, ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം ഈ അവർ ഡോക്ടേഴ്സ് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കും. കാരണം ആ നേരത്തെ തന്നെ നമ്മൾ ആ വായിലെ പല്ലുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അടയ്ക്കേണ്ട പല്ലുകളാണെങ്കിൽ അടയ്ക്കുക, അല്ലെ പറിക്കേണ്ട പല്ലുകളാണെങ്കിൽ പറിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ പറയും. കാരണം റേഡിയേഷൻ കഴിഞ്ഞ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ നമ്മുടെ പല്ലുകൾക്കൊക്കെ ഇച്ചിരി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം ഇത് പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് പിന്നെ നമ്മളൊരു പല്ലിന്റെ ഡോക്ടറെ കൊണ്ട് കാണിക്കാനും ചെയ്യുക ഒക്കെ വളരെ പിന്നെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു കേസ് കേട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനോട് തന്നെ നേരത്തെ നമ്മൾ പറയണം. പിന്നെ അത് തന്നെയല്ല, നമുക്ക് വായിലെ കാര്യങ്ങൾക്ക് പിന്നെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൗത്ത് വാഷ് അതിനും നല്ല ബെസ്റ്റാണ് മൗത്ത് വാഷ്. പിന്നെ നമുക്ക് ഈ ഒരു സ്കിന്ന് എപ്പോഴും പിന്നെ റേഡിയേഷൻ കഴിയുമ്പം പിന്നെ എന്താ പറയാ, ഒരു ഡ്രൈ ആകുക, അല്ലെ വരഞ്ഞ് പൊട്ടുക, അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനൊക്കെ ശരിക്കും നമുക്ക് ക്രീമൊക്കെ തേക്കാം. അത് നമ്മൾ സ്വന്തമായിട്ട് ക്രീമുകൾ തേക്കരുത്, ഡോക്ടേഴ്സിനോട് തന്നെ ചോദിക്കണം. നമ്മൾ ഈ റേഡിയേഷൻ കഴിഞ്ഞ പേഷ്യൻസ് തേക്കാൻ പറ്റുന്ന ക്രീമുകൾ അവരെഴുതി തരും. നമ്മൾ ആ ക്രീം തന്നെ വാങ്ങി ഉപയോഗിക്കുക. റേഡിയേഷൻ എന്നത് ഒട്ടും പേടിപ്പെടുത്തുന്ന ഒരു സംഭവമല്ല കേട്ടോ. അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ടതായി യാതൊരു കാര്യമില്ല. നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് റേഡിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ ക്യാൻസർ കോശങ്ങൾ നശിച്ചു പോകും, അല്ലാതെ ഇപ്പുറത്തേക്ക് പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ക്യാൻസർ വരും എന്നൊന്നും ചിന്തിക്കേണ്ട ആ മിഥ്യാധാരണകളൊന്നും വേണ്ട കേട്ടോ. അതൊന്നും ഇല്ല. റേഡിയേഷൻ പിന്നെ നമ്മൾ ക്യാൻസറിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ്. നമുക്ക് സർജറി ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് പിന്നെ ക്യാൻസർ ഉള്ള ഭാഗങ്ങൾ അവരെടുത്ത് മാറ്റുന്നുണ്ട്. പക്ഷെ അവരുടെ കൈവച്ച് തന്നെയാണ് അവർ ഓൾറെഡി ഈ സർജറി ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ പറ്റാത്ത സൂക്ഷ്മമായ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ക്യാൻസറിന്റെ കോശങ്ങൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവാം. അപ്പൊ ആ കോശങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി റേഡിയേഷൻ ചെയ്യുന്നത്. അപ്പൊ റേഡിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായി വിമുക്തി നേടും എന്നുള്ള വിശ്വാസത്തോടുകൂടി സന്തോഷത്തോടു കൂടി റേഡിയേഷൻ ചെയ്യാൻ വേണ്ടി ഓരോ പിന്നെ ക്യാൻസർ പേഷ്യൻസും വരട്ടെ. അല്ലാതെ റേഡിയേഷൻ എന്നുള്ള ഒരു ഭീതി എല്ലാവരുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റട്ടെ.